പ്രിയപ്പെട്ട നോബൽ. ഇപ്പോൾ ചന്ദ്രമന്ദിൽ നിന്നുള്ള കാഴ്ചകൾ ആദിൽ പാലോട് കാണിച്ചു. അവിടെ രാവിലെ വലിയ തിരക്കുണ്ട്. അവിടെ പ്രതിഷേധക്കാർ കുട്ടികൾ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ സജീവമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മോദി 2 തവണ വീഡിയോ സന്ദേശത്തിൽ അർദ്ധരാത്രിയിൽ വന്ന് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ CJP പിന്മാറുന്ന ലക്ഷണമില്ല എന്നാണ്. RSSന്റെ സമ്മർദ്ദം കൂടി ഏറുമ്പോൾ ഇനി കൂടുതൽ സമയം ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചു നിർത്താൻ മോദിക്ക് കഴിയുമോ? പക്ഷേ ഇന്ന് 1:30ക്കാണ് മോദി കൊടുത്തിരിക്കുന്ന സമയം അവസാനിക്കുന്നത്. അതിനു മുമ്പ് ഒരു തീരുമാനമുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ നോബൽ മാരിക്കാരൻ? അരുൺ, പ്രധാനമന്ത്രി വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവിട്ടെങ്കിലും യുവാക്കൾ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നാണ് ജന്തർമന്ദറിലെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നും നിരവധി ആളുകൾ വരികയാണ്. ഇന്നും നാളെയും അവധി ദിവസം കൂടിയാണ്. ശനി ഞായർ ദിവസങ്ങളാണ് കൂടുതൽ. സാധാരണഗതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് ശക്തി കൂടുന്ന ദിവസങ്ങളാണ്. നാളെയൊക്കെ ഞായറാഴ്ച ഈ സമരം ഇതേപടി തുടരുകയാണെങ്കിൽ വലിയ ജനപങ്കാളിത്തം അതിൽ ഉണ്ടാകുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചർച്ചകൾ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് JP നദ്ദ, അതോടൊപ്പം തന്നെ മറ്റ് ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുന്നത്. ഉച്ചയ്ക്ക് ചർച്ച നടക്കും. ഈ ചർച്ചയിലും പക്ഷേ CJP ആവശ്യപ്പെടുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്താണ്. BJP എന്താണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജിവെക്കൽ ഒരു തരത്തിൽ പരാജയപ്പെടലാണ് അത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിരീക്ഷണമൊക്കെ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. പരീക്ഷ ക്രമക്കേടുകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് മുതിർന്ന കേന്ദ്രമന്ത്രിമാർ അടക്കം പ്രതികരിക്കുകയും ചെയ്യുന്നത്. ആ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന് നമ്മൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കരുതുന്നില്ല. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടി ഒരു നിലപാടിൽ നിന്ന് ചർച്ചയിൽ പുറകോട്ട് പോകുമോ എന്നാണ് പ്രധാന ചോദ്യം. നമുക്ക് ഇതുവരെയുള്ള ഉറപ്രകാരമാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു തരത്തിലും ഈ സമരം അവസാനിപ്പിക്കില്ല നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. അതേസമയം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി RSSന്റെ അടക്കം ഭാഗത്ത് നിന്ന് പരോക്ഷ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. RSS മേധാവി മോഹൻ ഭാഗവത് തന്നെ ഇതിൽ ചില പ്രതികരണവുമായി വരുന്നു. ഇന്നത്തെ തലമുറ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് എന്നാണ് മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. അവരോട് ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കണം, അവർക്ക് ഒപ്പം സമയം ചെലവഴിക്കണം, അവരുമായി ആശയവിനിമയം നടത്തണം എന്ന് RSS മേധാവി വ്യക്തമാക്കുന്നു. ഇന്ന് കുടുംബങ്ങളിൽ പോലും സംഭാഷണങ്ങൾ കുറഞ്ഞു എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയാണ്. അതായത് വിദ്യാർത്ഥികൾ, അതായത് യുവാക്കൾ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അവരുടെ ചോദ്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഗുണം ചെയ്യില്ല എന്നാണ് ഇതിൽ മോഹൻ ഭാഗവത് ഇപ്പോൾ പരോക്ഷമായാണെങ്കിൽ പറഞ്ഞു പോകുന്നത്. കേന്ദ്ര സർക്കാരിനൊരു സൂചന തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഇത്തരത്തിൽ RSS പ്രത്യേകിച്ച് മറ്റ് പല മുതിർന്ന RSS നേതാക്കളും സമാനമായി തന്നെ ഈ പ്രക്ഷോഭത്തെ ഒരു പരോക്ഷമായാണ് പിന്തുണയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങളിൽ വിമർശിക്കുന്ന സാഹചര്യമൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അത്തരത്തിൽ ചില വിമർശനങ്ങൾ RSS നിന്ന് ഉയരുന്നത് ഒട്ടും ഗുണകരമാവുകയും ചെയ്യില്ല. എന്താണെങ്കിലും നിലവിൽ ഈ പരിഹാരം എന്ന നിലയിൽ ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണെങ്കിലും പ്രധാനമന്ത്രി വീഡിയോകൾ പുറത്തിറക്കിക്കൊണ്ട് ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. അതിന് കൂടുതൽ തീവ്രത വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഓരോ നിമിഷവും കാണുന്നത്. പോലീസ് നടപടിയൊക്കെ അതിൻ്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും എടുത്തു പറയേണ്ടതാണ്. അരുൺ, ഓക്കെ, താങ്ക് യു നോബൽ. നമുക്കൊപ്പം ആദിൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ആദിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ്. ആദിൽ പാലോട് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു പാർലമെന്റ് സംവിധാനമുണ്ട്. ആ പാർലമെന്റ് സംവിധാനത്തിൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പാർലമെന്റിൽ വന്ന് പ്രതിപക്ഷത്തിന് മുഖത്ത് നോക്കി പറയാം. പകൽ വെളിച്ചത്തിൽ പാർലമെന്റിൽ വരാതെ ഇരുട്ടുമുറിയിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കാര്യങ്ങൾ രാജ്യത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് സംവിധാനമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇന്നലെ രാത്രിയിലും വന്നു പ്രധാനമന്ത്രി ഒരു വീഡിയോ സന്ദേശവുമായിട്ട്. എന്തുകൊണ്ടാണ് പാർലമെന്റിൽ വന്ന് ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ജന്തർ മന്ദിറിലോ അതല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലോ പോയി പ്രധാനമന്ത്രിക്ക് വിദ്യാർത്ഥികളെ നേരിട്ട് കാണാൻ പറ്റാത്തത്? ഇന്നും ചർച്ചയുണ്ടെന്ന് അറിയുന്നു. പക്ഷേ ഒരൊറ്റ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ CJP? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ബാക്കി തീരുമാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഇന്ന് നിർണായകമായ തീരുമാനമില്ലെങ്കിൽ, അഥവാ ആ വകുപ്പെങ്കിലും മാറ്റി കൊടുക്കാത്ത തീരുമാനം അവിടെ നിന്നുണ്ടാവുന്നില്ലെങ്കിൽ CJP സമരത്തിൽ നിന്ന് പിൻവാങ്ങുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലെ ചർച്ചയുടെ സ്വഭാവം എന്തായിരിക്കും ആദിൽ പാലോ? അരുൺകുമാർ, 3 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് മുന്നിലാണ്, തൊട്ടു മുന്നിലാണുള്ളത്. ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു ഇവിടെ. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൻ്റെയും VP ഹൗസിൻ്റെയും ചേർന്നുള്ള ഒരു മുറിയിലാണ് ഇന്നലെ ചർച്ച നടന്നത്. ഇന്നും അവിടെ തന്നെ ചർച്ച നടക്കും. ഒരു നിഷ്പക്ഷ വേദി വേണമെന്ന് CJP ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് JP നദ്ദയുടെ വസതിയിലല്ലാത്ത മറ്റൊരിടത്ത് ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. അരുൺ പറഞ്ഞത് കൃത്യമാണ്. ഏതായാലും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് CJP പറയുന്നു. അരുൺ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ചില പ്രവർത്തികൾ വളരെ കൗതുകവും വിചിത്രവുമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുതന്നെയാണ് ഇന്നലെ കേന്ദ്ര ക്യാബിനറ്റ് ചേരുമ്പോൾ മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത് പൂക്കി മന്ത്രിമാരാകണം എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ സജീവമാകണം, യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ നൽകണം. ഈ യുവാക്കളോട് ഏറ്റവും കൂടുതൽ സംവദിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം അത് ഇൻസ്റ്റഗ്രാമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്
മോദി മന്ത്രിമാരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ഇനി റീലെടുത്ത് തുടങ്ങും എന്നീ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇതിനൊപ്പമാണ് രാത്രികളിൽ വരുന്ന വീഡിയോ. കഴിഞ്ഞ ദിവസം ആദ്യം വന്ന വീഡിയോ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവരും, പ്രശ്നം പരിഹരിക്കും, യുവാക്കളുടേത് പ്രശ്നം തന്നെയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള വീഡിയോ. അതിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളൊക്കെ അത് വെച്ച് ട്രോളുകൾ ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോ ഇന്നലെ അർദ്ധരാത്രി വന്നതാകട്ടെ, എൻ്റെ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തു, അതിന് നന്ദി, താങ്ക്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ വിചിത്രമായ നടപടികളാണെന്ന് CJPയും പ്രതിപക്ഷവും വിമർശിക്കുന്നു. പ്രതിഷേധം തുടരുന്നു. ഇന്നിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലെ ചർച്ച വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് 3 മണിക്ക് അറിയാൻ വരും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. RSS പോലും കടുപ്പിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ എത്രമാത്രം മോദിക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഒരു നടപടിയെടുക്കാൻ പ്രധാനമന്ത്രിക്ക് ഒരു മടിയുണ്ടാവുന്നത്? അത് ആ പാർട്ടിയുടെ തീരുമാനമായിരുന്നു. 2014 മുതൽ NDA സർക്കാർ അധികാരത്തിലേറ്റിയ ആദ്യഘട്ടം മുതൽ ഒരു നോ റെസിഗ്നേഷൻ പോളിസി ആ പാർട്ടിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നിലവിളിച്ചാലും എത്ര പ്രതിഷേധിച്ചാലും മന്ത്രിമാരെ മാറ്റില്ല എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ ഒരു മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. ഒന്ന്. രണ്ടാമത്തത്, ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്നുള്ള ചാസ കമ്മ്യൂണിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. 40-40 വർഷം RSSനും BJPക്കും വേണ്ടി പണിയെടുത്ത നേതാവാണ്. ഇലക്ഷൻ മാനേജറാണ്. പല സംസ്ഥാനങ്ങളിലും BJP വിജയത്തിലേക്ക് നയിച്ചു. ഉദാഹരണത്തിന് ഒഡീഷ നവീൻ പട്നായിക്കിൽ നിന്ന് പിടിച്ചെടുക്കാൻ ധർമ്മേന്ദ്ര പ്രധാന്റെ ആ ക്ലൗട്ട്, OBC ലീഡർ എന്നുള്ളൊരു ക്ലൗട്ട് സഹായിച്ചിരുന്നു. മാത്രമല്ല ഉജ്ജ്വല യോജന പദ്ധതിയൊക്കെ വളരെ വിജയകരമായി അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിഴച്ചുപോയി. അതാണ് ഒരു പക്ഷേ വലിയ പ്രതിസന്ധിയായി മാറുന്നതും. തീരുമാനം ഇന്നുണ്ടാവും എന്നുള്ള വിവരമാണ് നമ്മൾ വരുന്നത്. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. രണ്ട് തന്നെയാണെങ്കിലും യെസ് ആണെങ്കിൽ മാത്രം